ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നാട്ടിലെത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ചാൽ ഒന്ന് പുറത്ത് പോകാനേ. കനോക്കെതിരാണെങ്കിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിശാഗന്ധി ഓഡിറ്റോറിയം ഇവിടെയാട്ടോ. നമ്മുടെ കനോക്കുന്ന പാലസ് പറഞ്ഞ നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ 2025 ആണ്. അപ്പോൾ പ്രോഗ്രാം ഇന്നാണ് തുടങ്ങുന്നത്. ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാട്ടോ നമ്മുടെ കനോക്കുന്ന്. മ്യൂസിയത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാട്ടോ നമ്മുടെ കനോക്കുന്ന് വരുന്നത്. അപ്പോൾ മിക്ക ദിവസം എല്ലാ രാത്രികളും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണും കേട്ടോ. ഇന്നാണ് വാലൻറ്റൈൻസ് ഡേ ആണ്. വാലൻറ്റൈൻസ് ഡേയുടെ നൈറ്റ് ഇന്ന് ഇവിടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. ആക്ച്വലി ഇന്നൊരു തുടക്കം മാത്രമാണ്, ഒരു തുടക്ക ദിവസം കേട്ടോ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് 3 ദിവസത്തോളം പരിപാടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ഇതുവഴിയാട്ടോ ഞങ്ങൾ പോകുന്നത്. ഒരു ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും രാത്രി ഇവിടെ നല്ല തിരക്കാട്ടോ. കാരണം ഇതൊരു പബ്ലിക് പ്ലേസാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ നമ്മൾ ഈ കനോക്ക് എന്ന മ്യൂസിയം എന്ന് പറയുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ കനോക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നൃത്തോത്സവം ആയതുകൊണ്ട് തന്നെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പൊടി, പിന്നെ കഥക്ക്, നിരവധി ഐറ്റംസിലുള്ള ഡാൻസ് പെർഫോമൻസ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള കനോക്കുന്ന് കൊട്ടാരം. അപ്പം നമുക്ക് കനോക്കുന്ന് കൊട്ടാരത്തിനുള്ളിൽ കയറിയാലോ. കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്നത് കഥകളിയാണ് കേട്ടോ. കഥകളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ തനതായ ഒരു കലാരൂപമാണല്ലേ. ഒത്തിരി പേര് കഥകളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതലും വിദേശികളാണ്. വിദേശികൾക്കല്ലെങ്കിലും കഥകളി കലാരൂപത്തോട് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലാണ് അല്ലേ. കുറച്ചു നേരം ഞങ്ങൾ കഥകളിയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങ് ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഒരു സൈഡ് വശം. ഇത് ചെറിയൊരു താമരക്കുളമാണേ. കൊട്ടാരത്തിൻ്റെ ഈ വശത്തേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. അതൊക്കെ അവർ കെട്ടിയിട്ടേക്കുവാണേ. അതിനിടയ്ക്ക് ഞങ്ങളൊരു ചോക്കോബാറും ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ ഏകദേശം മ്യൂസിയം കണ്ട് ഇറങ്ങാറായിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കയറിയ സ്ഥലം. ഇറങ്ങുന്ന സ്ഥലം ഇറങ്ങാൻ വേണ്ടി പോവാണ്. മരത്തിലൊക്കെ ഫുള്ള് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെ ഈ ഒരു സൈഡ് ഫുള്ള് ലൈറ്റ്സാണ്. ഈ ഒരു സൈഡ് വന്നിട്ട് റോഡ് സൈഡാണ്. ഞങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ ഈ ഒരു റോഡ് സൈഡിലാട്ടോ ഞങ്ങൾ വരുന്നതൊക്കെ. ഓണം ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ആയിരിക്കും. ഇതിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് അധികം ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തത്. ഇന്ന് വാലൻറ്റൈൻസ് ഡേ ചെറിയ പ്രോഗ്രാം മാത്രമുള്ള, പിന്നെ ഇവിടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ്സ് മാത്രമേ ഇട്ടുള്ളൂ. പക്ഷേ ഓണത്തിനും ക്രിസ്മസിനും ടൈമിൽ വരുവാണെങ്കിൽ ഫുള്ള് ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ലൈറ്റ്സാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില റീൽസിലൊക്കെ. ഞാൻ ട്രിവാൻഡ്രത്തിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുമ്പോൾ കൂടുതലും ലൈറ്റ്സാണ് കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞൊക്കെ ഒരു ട്രോള് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു അവധി ദിവസങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പുറത്തിറങ്ങാനും പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ, ഈ ലൈറ്റ്സ് കാണുന്നതൊക്കെ പറയുന്നത്. ഞങ്ങൾ പണ്ട് തൊട്ടേ എപ്പോഴും ഞങ്ങൾക്കൊരു ഫ്രീ ടൈം അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊരു ലീവ് കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങളെപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ മ്യൂസിയത്തിൽ തന്നെയാണ്. ആ മ്യൂസിയം ശംഖുമുഖം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം കൂടുതലുള്ള സ്ഥലമാണ് മ്യൂസിയം. പിന്നെ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഏതാണ്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങാറായി. ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നില്ല. ചെറിയൊരു വൈകിട്ട് ഞങ്ങളൊന്ന് ഫ്രീ കിട്ടിയപ്പോൾ ഒന്ന് പുറത്ത് പോകാം എന്ന് വിചാരിച്ചിരുന്നേ കേട്ടോ. കാരണം ഞങ്ങൾ മറ്റന്നാളത്തെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കാണണമെന്നൊരാഗ്രഹം ഉണ്ടാകാൻ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ബാക്കി 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, നാളെയും മറ്റന്നാളോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പ്രോഗ്രാം ബാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മ്യൂസിയത്തിൽ നിന്ന് കനോക്കുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെട്ടത്തിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്.
ഓഡിറ്റോറിയത്തിനുള്ളിൽ നടക്കുന്ന പെർഫോമൻസ് ഒക്കെ നമുക്ക് പുറത്ത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. കൊണ്ടിട്ട് കാരണം റോഡ് സൈഡാണ്, ഞങ്ങൾ റോഡിലിറങ്ങി. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് നേരെ പോകാനാണ് പ്ലാൻ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നല്ല തട്ടുദോശ കഴിക്കാൻ വേണ്ടിയിട്ടോ. ട്രിവാൻഡ്രത്ത് വന്നിട്ട് തട്ടുദോശ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് കൊള്ളാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.